നമസ്കാരം. നാളെ ജൂൺ 24 ചൊവ്വാഴ്ചയാണ്. നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നാളെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. സമ്പത്തിന്റെ അധിപതിയായ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ഏവരും ഒരു നിമിഷം വന്ദിക്കുക. നാളെ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന രാശികളിൽ ആദ്യത്തെ രാശി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാരാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ 24 ചൊവ്വാഴ്ച അനുകൂലം തന്നെയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, പല കാര്യങ്ങൾക്കും പെട്ടെന്ന് നിങ്ങൾക്ക് സമയം ലഭിക്കണം എന്നില്ല. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതായ ആ ഒരു സമയം ലഭിക്കുന്നതല്ല. അതിനാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായി വരും. അതിനാൽ ശ്രദ്ധയോടെ തന്നെ കിട്ടുന്നതായ ആ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അല്പം തിരക്ക് ഇന്നേ ദിവസം വന്നു ചേരാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ കുടുംബ കാര്യങ്ങളിലോ നിങ്ങൾക്ക് അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ തളർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഇന്നേ ദിവസം പല അവസരങ്ങളും വന്നു ചേരും. അത് കൃത്യമായി തന്നെ വിനിയോഗിക്കണം. വിശ്രമത്തിനായും അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ ഇന്ന് നല്ല ഉപദേശങ്ങൾ, വളരെ കേൾക്കുവാൻ ആഗ്രഹിച്ചതായ വാർത്തകളോ ശുഭകാര്യങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ വന്നു ചേരും എങ്കിലും അത് കൃത്യതയോടെ തന്നെ തടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയുവാൻ, തെളിയിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളാണ് എങ്കിലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാധ്യമായ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ധനപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലും തിരിച്ചടികൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഇന്നേ ദിവസം മുന്നിലേക്കുള്ള വഴിയിൽ ഉണ്ടായിരിക്കുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. പല തന്ത്രങ്ങളും പ്രയോഗിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാകുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ വിജയം നൽകുന്നതാണ്. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദർശനം നടത്തി മുന്നോട്ടു പോകുന്നത് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഇന്നേ ദിവസം ദേവിക്ക് നടത്താതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. ഈ നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാകും. ഇന്നേ ദിവസം എളുപ്പമാകും എന്ന് പ്രതീക്ഷിക്കരുത്. ഇന്നേ ദിവസം അല്പം ശ്രമപ്പെട്ടാണ് ചില കാര്യങ്ങൾ അനുകൂലമാവുക. ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി മാറി നിൽക്കുവാൻ സാധിക്കുന്നതായ ഒരു ദിവസമാണ്. ദൃഢനിശ്ചയം ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ പല കാര്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിരവധിയാർന്ന പ്രയാസങ്ങളുണ്ട് എങ്കിലും അതിൽ വിഷമിച്ചിരിക്കാതെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ദിവസം തന്നെയാകുന്നു. സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടിയെത്താവുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ ചതിക്കാനായി ശ്രമിക്കും എങ്കിൽ പോലും അത്തരത്തിൽ ചില ചതികൾ ഒഴിവാക്കുവാനുള്ള സാധ്യത അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. തൊഴിൽപരമായി ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളെ സാധ്യത പല കാര്യങ്ങളിലും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മനസ്സിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നു ചേരും എങ്കിലും അതിൽ പലതിലും ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമാണ്. ചില കാര്യങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം.
ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന സമയമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബ സൗഖ്യം വന്നു ചേരാം. കുടുംബത്തിലെ തർക്കങ്ങൾ പരിഹരിച്ചു തന്നെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈവശം വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും പണമിടപാടുകളുമായി ബന്ധപ്പെട്ടും അഥവാ ധനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. പൊതുവിൽ ഇന്നേ ദിവസം ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസം തന്നെയാണ്. ഇന്നേ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിയുന്നതും കൂടുതൽ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമാണ്. അത്യാവശ്യമായ പല കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുവാനും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. അത് വിജയ സാധ്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കും. കൂടാതെ ഇന്നേ ദിവസം ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല പ്രശ്നങ്ങളുണ്ട് എങ്കിലും അതിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. അനുഭവത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദമ്പതികൾക്കിടയിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. തർക്കം സംഭവിച്ചാൽ പോലും പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധ പുലർത്താതെ ചെയ്യുന്നതിനാൽ നഷ്ടങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ മാറി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ അഭിപ്രായങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറയുവാനും പ്രവർത്തിക്കാനും ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. മനോബലം വർദ്ധിക്കുന്നതിനാൽ പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങളെ പരിഗണിക്കേണ്ടതായ സാഹചര്യം പലർക്കും വന്നു ചേരാം. കൂടാതെ നിങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിനോടൊപ്പം അത് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, താൽക്കാലികമായ ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനനേട്ടത്തിനുള്ള അവസരങ്ങൾ താൽക്കാലികമായാണ് എങ്കിലും ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ധനം കൈവശം വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് തന്നെ ധനം പ്രതീക്ഷിക്കാവുന്നതാണ്. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരാം. ടെൻഷനുകളുണ്ട് എങ്കിലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ ദിവസം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇന്നേ ദിവസം നിങ്ങൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അത് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലമാകാം. അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. ഇന്നേ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ദേവിക്ക് നടത്തി മുന്നോട്ട് പോവുക. ദേവീക്ഷേത്രത്തിലെ കുങ്കുമം, അമ്മയുടെ കുങ്കുമം ഇന്നേ ദിവസം അണിയുന്നതും കൂടുതൽ ഉത്തമം തന്നെയാകുന്നു. ഞാൻ ഈ പരാമർശിച്ച രാശിക്കാർക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന ദിവസം തന്നെയാകുന്നു.